കൊച്ചുത്രേസ്യയ്ക്ക് ലിസ്യുവിലെ കർമ്മലമഠത്തിൽ പ്രവേശിക്കുവാനുള്ള താല്പര്യം ക്രമേണ ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ അവൾ അന്നേ ചെറുപ്പമായിരുന്നു. എങ്കിലും തൻ്റെ ഭാവിയിലെ കുഞ്ഞുപുത്രി എന്ന് വിശേഷിപ്പിക്കുവാൻ തക്കവിധം അന്നത്തെ കർമ്മൽ മഠാധിപതിയായിരുന്ന ഗൊൺസാഗാമ്മയെ സ്വാധീനിക്കാൻ കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചു. പൗളിൻ ചേച്ചിയുടെ വേർപാടിൻ്റെ വേദന വർദ്ധിപ്പിച്ചുകൊണ്ട് 1886 അവളുടെ മൂത്ത സഹോദരി മരിയായും കർമ്മലമഠത്തിൽ പ്രവേശിച്ചു. പ്രിയ മാതാവിൻ്റെ മരണത്തിന് ശേഷം യഥാർത്ഥ സുഖമെന്തെന്നറിയുവാൻ സാധിക്കാതിരുന്ന കൊച്ചുത്രേസ്യ തൻ്റെ സഹോദരിമാരുടെ വേർപാടിൽ അതീവ ദുഃഖിതയാവുകയും ദുഃഖഭാരം താങ്ങാനാവാതെ പലപ്പോഴും രോഗബാധിതയായി തീരുകയും ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ പോലും തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കുമെന്ന ചിന്ത അവളിൽ രൂപപ്പെട്ടു. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലും ഡെബ്യൂസോണായിലെ പ്രാർത്ഥനാമുറിയിലും മണിക്കൂറുകൾ ചിലവഴിച്ച കൊച്ചുത്രേസ്യ തൻ്റെ ഏകാന്തതയിൽ ആശ്രയിക്കായി കരുതിയത് ഈശോയെ മാത്രമാണ്. ഈശോയോടുള്ള പ്രാർത്ഥനയും സ്വർഗീയ മാതാവിനോട് പരിശുദ്ധ മറിയത്തിനോടുള്ള ആശ്രയവും തൻ്റെ കാവൽമാലാക തന്നോടൊപ്പമുണ്ടെന്നുള്ള വിശ്വാസം അവൾക്ക് ആശ്വാസമേകി. ആ ദിവസങ്ങളെപ്പറ്റി കൊച്ചുത്രേസ്യ പിന്നീട് അനുസ്മരിക്കുന്നു. പൗളിൻ ചേച്ചിക്ക് എൻ്റെ ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. പക്ഷേ പൗളിൻ ചേച്ചി വിദൂരത്തായിരുന്നു. എന്നിൽ നിന്നും വളരെ വിദൂരത്ത് ചേച്ചിയെ കൂടാതെ ജീവിച്ച് ശീലിക്കുന്നതിനും ഞങ്ങൾ ഇരുവർക്കുമിടയിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഗ്രഹിക്കുന്നതിനും വേണ്ടി കഠിനമായ യാതന തന്നെയും ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ വ്യസനകരമായ ഈ യാഥാർത്ഥ്യം എനിക്ക് തികച്ചും ബോധ്യമായി. അതായത് പൗളിൻ ചേച്ചി മരിച്ചുപോയി എന്നോണം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചേച്ചി എന്നെ സദാ സ്നേഹിച്ചിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ പ്രിയപ്പെട്ട പൗളിൻ ചേച്ചി ഭൗമിക കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു പോകരുതാത്ത ഒരു പുണ്യവതിയെ പോലെയായിരുന്നു. വേർപാടിൻ്റെ ദുഃഖത്താൽ വലഞ്ഞ കൊച്ചുത്രേസ്യ ആപൽക്കരമായ രോഗത്തിനിരയായിത്തീർന്നു. അവൾ മരിച്ചുപോയി നിൽക്കുമെന്ന് ഡോക്ടർമാരുടെയും കുർബാനകളുടെയും ആശങ്കയായി. അതികഠിനമായ തലവേദനയ്ക്ക് പുറമേ തെരേസയുടെ കായബലം തീരെ ക്ഷയിക്കുകയും ചെയ്തു. സുഖക്കേട് കലശലായി അപകടനിലയിലെത്തി. മരുന്നുകൾക്കൊന്നും സുഖക്കേട് ഭേദമാക്കാൻ കഴിയില്ലെന്നായി. പ്രാർത്ഥനകളാകട്ടെ കേൾക്കപ്പെടുന്നില്ലെന്നും തോന്നി. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടു പോയ കൊച്ചുത്രേസ്യ അന്നേ തന്നെ സ്വർഗീയ കരങ്ങളിൽ ഏൽപ്പിച്ച് ശിശുവായി അവൾ ആ വാത്സല്യ കരങ്ങളിൽ അഭയം കണ്ടെത്തി സ്വയം പ്രതിഷ്ഠിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.